തവാ പുലാവിന്റെ റെസിപ്പിയാണ് പറയാൻ പോകുന്നത്. 18 ഗ്ലാസ് ബസ്മതി റൈസ് നന്നായിട്ടൊന്ന് കഴുകിയതിന് ശേഷം കുക്കറിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് 1 ഗ്ലാസ് അരിക്ക് 1.25 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ഹൈ ഫ്ലെയിമിൽ ഒറ്റ വിസിൽ അടുപ്പിച്ചെടുത്ത് കഴിഞ്ഞാൽ ചോറ് റെഡിയാണ്. ഇനി പുലാവ് ഉണ്ടാക്കി തുടങ്ങാം. അപ്പോൾ അതിനായിട്ട് ഒരു ബിരിയാണി പോട്ട് അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. എന്നിട്ട് ബട്ടർ ഇട്ട് കൊടുത്ത് ബട്ടറും പിന്നെ എണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതും ചൂടായി വരുന്ന സമയത്ത് ജീരകം പിന്നെ ഹോൾ സ്പൈസസ് ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് മൂപ്പിച്ചെടുക്കുക. ഇനി ഇതിലോട്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തു. വീണ്ടും ഒന്ന് മൂപ്പിച്ചെടുക്കുക. അത് കഴിഞ്ഞ് ചെറുതായിട്ട് അരിഞ്ഞേക്കുന്ന ഉള്ളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉള്ളിയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരുന്ന സമയത്ത് ഇതിലേക്ക് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഇട്ട് വീണ്ടും ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. പിന്നീട് ക്യാരറ്റും ക്യാപ്സിക്കം ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി ഒന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് തക്കാളി ചേർത്ത് കൊടുത്തു. തക്കാളി അത്യാവശ്യം നന്നായിട്ട് ഉടഞ്ഞു വരണം കേട്ടോ. അതുകൊണ്ട് അടച്ചു വെച്ചൊന്ന് വേവിക്കാവേ. ഇനി ഇതിലോട്ട് കുറച്ച് പൊടികൾ ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ മഞ്ഞപ്പൊടി, മല്ലിപ്പൊടി, മുളക് പൊടി പിന്നെ പാവഭാജി മസാല ഇത്രയും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് വഴറ്റിയെടുക്കുക. അത് കഴിഞ്ഞിട്ട് ഇതിലേക്ക് ഗ്രീൻ പീസും പനീരും ചേർത്ത് കൊടുത്ത് എല്ലാം നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം പനീരും ഗ്രീൻ പീസൊക്കെ അത്യാവശ്യം നല്ലതുപോലെ വെന്ത് വരുന്ന സമയത്ത് ഇതിലേക്ക് വേവിച്ചിരിക്കുന്ന റൈസ് ചേർത്ത് കൊടുത്ത് ഉപ്പും ചേർത്ത് എല്ലാം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ലാസ്റ്റ് നാരങ്ങ നീരും മല്ലിയിലും കൂടി ഇട്ട് കഴിഞ്ഞാൽ നമ്മുടെ തവാ പുലാവ് റെഡിയാണ് കേട്ടോ.